ഏട്ടനൊന്ന് നോക്കിയേ. സൃഷ്ടി ഗുഡ് ലുക്കിംഗ്, സ്മാർട്ട്, എന്തൊരു കുട്ടിയാ അവള്. അവള് സംസാരിച്ചാലേ ബാക്കിയുള്ളവരുടെ വായടഞ്ഞു പോകും. എവിടെയാ സൃഷ്ടി? എവിടെ എന്റെ ഏട്ടൻ? ഒബ്വിയസ്ലി അത്രയും അടിപൊളിയായിട്ടുള്ള പെണ്ണ് ഏട്ടനെ പോലെ ഒരു ബുദ്ധൂസിന്റെ വലയെ വീണ ഷോക്കാവില്ലേ? അതുകൊണ്ട് ഞാൻ കരുതി ചോദിച്ച് കൺഫ്യൂഷൻ മാറ്റിയേക്കാന്ന്. അതെ ഏട്ടാ, ഒരു ഫ്രണ്ട്ലി അഡ്വൈസേ, നല്ലതിന് വേണ്ടി പറയാ. സോറി, അഥവാ ഏട്ടന്റെ മനസ്സിൽ സൃഷ്ടിക്ക് വേണ്ടി ബൈ ചാൻസ് ഫീലിങ്സ് ഉണ്ടെങ്കിൽ അവളോട് പറയല്ലേ. അതെന്താന്നോ, ഇത്രയും നല്ലൊരു പെൺകുട്ടി ഏട്ടനെ റിജക്ട് ചെയ്താ നാണക്കേടാവില്ലേ? ബട്ട് നാട്ടുകാരുടെ കാര്യമൊക്കെ പോട്ടെ, ഞാനില്ലേ ഏട്ടന്റെ അനിയത്തി. എന്നോട് ഏട്ടൻ എന്ത് വേണേലും ഷെയർ ചെയ്യാലോ അല്ലേ? എന്റെ പൊന്നെ ഏട്ടനല്ലേ. എന്നോട് പറയേ, ഡു യു ലവ് സൃഷ്ടി? നിന്റെ പൊട്ടത്തിലൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞോ? ഇനി എനിക്ക് എന്റെ കാര്യം പറയാലോ. ആദ്യത്തെ കാര്യം പറയാം, ഞാൻ സൃഷ്ടി ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഞാനല്ല സൃഷ്ടിയെ പ്രപ്പോസ് ചെയ്തത്, അവളാണ് എന്നെ വന്ന് പ്രപ്പോസ് ചെയ്തത്. ആ, അവൾ എന്റെ അടുത്ത് വന്നിരുന്നു എന്നോട് ഇത് പറയാൻ വേണ്ടിട്ട്. സമീർ പ്ലീസ് എന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യണേ. ഐ മീൻ ഷി വാസ് ലിറ്ററലി ബെഗിങ് മീ. അത് കഴിഞ്ഞ് കേൾക്കണം, അവൾ എന്നോട് പറഞ്ഞത്, സമീർ പ്ലീസ് എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാനാവില്ല. നിന്നെ കാണുമ്പോൾ എന്റെ ഹൃദയമെടുപ്പുകൾ നിന്നു പോകുന്നു, ചുറ്റുമുള്ളതും എന്റെ ശ്വാസവും നിറച്ചു പോകും എന്നൊക്കെ. എന്താ എന്താ നീ നിന്ന് ചിരിക്കുന്നത്? നോക്ക്, നീ എന്നെ അത്രയ്ക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു വേണ്ട. ഞാനും നല്ല ഗുഡ് ലുക്കിംഗ് ഒക്കെയാണ്. പെൺകുട്ടികള് എന്റെ പിന്നാലെ നടക്കുകയാണ്. പിന്നെ ആ സൃഷ്ടിയുടെ കാര്യം, ആ പാവവും എന്റെ അടുത്ത് വന്നിരുന്നു എന്നെ ഹൃദയത്തിൽ നിന്ന് പ്രപ്പോസ് ചെയ്യാൻ. അപ്പോ ഞാൻ അവളോട് അതേ എന്ന് പറഞ്ഞു. അവൾക്കൊരു സന്തോഷമാകണ്ടേ? That's all. Wow, really? Yeah. Samir ഏട്ടനും സൃഷ്ടിയും. I am so happy. നിന്റെ വായിൽ നിന്ന് വന്ന ഓരോ വാക്ക് ഞാൻ ഓർത്ത് വെക്കും. മറക്കില്ലടോ ഞാൻ. കാറ്റത്തെ കിളിക്കൂടെ കാർത്തികയുടെ മുന്നിൽ ഷൈൻ ചെയ്യല്ലേ? നീ കാർത്തികയുടെ മുന്നിൽ പറഞ്ഞ ഈ പൊട്ടത്തരമൊക്കെ ഉണ്ടല്ലോ, അതിന്റെ കണക്ക് ഞാൻ പിന്നെ തീർത്തോളാം. ആ കണക്ക് ഞാൻ തീർത്തില്ലെങ്കിലേ എന്റെ പേര് സൃഷ്ടി അറക്കൽ എന്നല്ല, അറക്കൽ. ഇപ്പോ നിനക്ക് സന്തോഷമായോ? ഹാപ്പി ടു നോ ദ ട്രൂത്ത്? ഒത്തിരി സന്തോഷമായി. താങ്ക് യു. അങ്ങനെ ഈ പിക്നിക് ഒരു റൊമാൻസിന് തിരികൊളുത്തി. അങ്ങനെ എന്തെങ്കിലും കിരണേട്ടന്റെയും പ്രീതയുടെ ഇടയിൽ നടന്നിരുന്നെങ്കിൽ ആ രണ്ടും കൂടി ഇപ്പൊ എന്ത് ചെയ്യുമായിരിക്കും? അവർക്കിടയിൽ ഇപ്പൊ റൊമാൻസ് നടക്കുമായിരിക്കോ? ഈ റൊമാൻറ്റിക് പ്ലേസില് അവര് റൊമാൻറ്റിക് ഡിബേറ്റ് നടത്തുമായിരിക്കോ? ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നെന്നരികിൽ വരും അഴകിന്റെ തൂവലാണു നീ. എന്റെ ദൈവമേ, ഈ ഭിത്തികൾ കണ്ടിട്ട് ശരിക്കും പേടിയാവുന്നുണ്ടല്ലോ. എന്താ കിരൺ, നിന്റെ തലയ്ക്ക് വല്ല കുഴപ്പം പറ്റിയോ? ഇപ്പൊ ഞാൻ നിനക്കിട്ട് രണ്ടടി. പ്രീത 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 നാശം. പ്രീത എന്തുപറ്റി? പ്രീത എടി, ഇത് ഞാനാ, ഇത് കിരൺ നമ്പ്യാർ. നീ 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 ഇങ്ങോട്ട് നോക്ക്. ഇത് മാസ്കാ പെണ്ണേ, ഇത് വെറും മാസ്ക് ആണെന്ന്. ഇത് ഞാനാടി. അയ്യോ എന്റെ പെണ്ണേ, ഞാനുണ്ടല്ലോ ആരെയും പേടിക്കില്ല പോലും. ഇപ്പൊ എന്ത് പറ്റിയടി? നീ എന്താ പറഞ്ഞത്? ഭൂതത്തിന്റെ വിരലിലെ മോതിരം ഉണ്ടാക്കുന്ന ആളാണെന്നല്ലേ? ഇന്നാ എന്റെ മോതിരം പിടിക്ക. ഈ വിരൽ കൂടി നോക്കിക്കോ, മോതിരം ഉണ്ടാക്കുന്ന തട്ടാത്തി. ആരെയും പേടിക്കാത്ത ഒരു മോൾ. ഇപ്പൊ എന്ത് പറ്റി പ്രീത അറക്കൽ? ഒന്നുകൂടെ ഒന്ന് കാണിക്കാൻ പറ്റുമോടി എങ്ങനെ അലറിയത്?
വലിയ വീര വനിതയായിരുന്നല്ലോ. എന്തായിരുന്നു? എനിക്ക് നിന്നെ പേടിയില്ല, നിന്റെ സഹായം വേണ്ട, ഒന്ന് പോച്ചക്കാന്ന്. ഇനിയെങ്കിലും ഒന്ന് സമ്മതിക്ക. ഒരു പെൺകുട്ടിക്ക് എപ്പോഴും ഒരു ആണിന്റെ സഹായം വേണമെന്ന്. കാരണം ആണുങ്ങൾക്കാടി ഏറ്റവും കൂടുതൽ ധൈര്യമുള്ളത്. ഓ ചിരിച്ച് ചിരിച്ച് എന്റെ വയറ് വേദനിക്ക. അമ്മേ, ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. ഇന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കുന്ന പാഠമുണ്ടല്ലോ, തോന്നി ഇനി എന്നോട് കളിക്കാൻ വരുന്നതിന് മുൻപ് 6 തവണയെങ്കിലും നീ ആലോചിക്കും. സാർ എന്താ ബൈപ്പാസ് വഴി പോകാൻ പറഞ്ഞത്? അതുവഴി പോയാൽ പെട്ടെന്നെത്തും. പക്ഷെ റോഡ് വളരെ മോശമാണ്. നീ ആരാണ്? സാർ, സാറിന്റെ ഡ്രൈവറാ. So just shut up and drive. യെസ് സാർ. സോറി സാർ. ഏയ് വണ്ടി നിർത്ത്, വണ്ടി നിർത്താൻ, വണ്ടി നിർത്ത്, നിർത്തണോ? എന്തുപറ്റി ചേട്ടാ, ഈ വണ്ടിയുടെ ഉടമസ്ഥനായ അയാൾ എവിടെയാണ്? കിരൺ സാറ് ഫോൺ ചെയ്തിരുന്നു, വണ്ടി വഴിയിൽ നിന്ന് പോയിന്ന്. ഞങ്ങൾ വണ്ടി എടുക്കാൻ പോയപ്പോ കിരൺ സാർ അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വണ്ടി വലിച്ച് ഗ്യാരേജിൽ എത്തിച്ചു. ഓക്കെ, താങ്ക് യു. അപ്പോ വണ്ടി കേടായത് കാരണം ആ ക്രിക്കറ്റ് പ്ലെയറും പിന്നെ ആ പൊട്ടി പ്രീതയും ഹോട്ടലിൽ ഇതുവരെ എത്തിയിട്ടില്ല അല്ലേ? പക്ഷെ ഇവര് രണ്ടുപേരും ഇപ്പോൾ ഇത് എവിടെ പോയതായിരിക്കും? ഇനി ഫാം ഹൗസിലേക്ക് എങ്ങനെ തിരികെ പോയിരിക്കുവോ? സാർ പോവാം. എടാ, അല്ലെങ്കിൽ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഇനി മിണ്ടേ ഞാൻ കാലേ വരെ തറയടിക്കും. മിണ്ടാതിരുന്നോ അങ്ങോട്ട്. ഹലോ ഹലോ ബേബി, നീ ഒന്ന് ചെക്ക് ചെയ്തേ. ആ കിരണും പ്രീതയും അവർ രണ്ടുപേരും ഫാം ഹൗസിലേക്ക് തിരികെ പോയോ ഇല്ലയോ എന്ന്. ഇല്ല, കിരണും പ്രീതി ഇവിടെ എത്തിയിട്ടില്ല. ഓ ബേബി, പിന്നെ അവരിത് എങ്ങോട്ടാ പോയെ? ആ വഴിയില് അവരുടെ വണ്ടി കേടായി കിടക്കുന്നുണ്ട്. അവരെവിടെയും കാണാനുമില്ല. അറിയില്ല രണ്ടെണ്ണം കൂടെ എങ്ങോട്ടാ പോയെന്ന്. അപ്പൊ അതിനർത്ഥം അവരെ കാണാനില്ലെന്നാ? പിന്നെ അവരുടെ അടുത്ത് നിന്ന് ഒരു വിവരവും ഇല്ല. നിനക്ക് തോന്നുന്നില്ലേ ബേബി, ഇത് നമുക്ക് പ്രയോജനപ്പെടുത്തണമെന്ന്? പ്രയോജനപ്പെടുത്തണമെന്നോ? ബട്ട് ഹൗ? ഒന്ന് ആലോചിക്കേ. ഇപ്പൊ നീ ഇവിടെ വന്ന് അവരെ ഒന്നിച്ച് കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു ബഹളം ഉണ്ടാക്കിയാൽ, ഒന്നുമില്ലെങ്കിലും അവൾ നിന്റെ ഭാവി ഭാര്യയല്ലേ. അവൾ കിരണിനൊപ്പം അങ്ങനെ അങ്ങ് പോവാൻ പാടുണ്ടോ? ഐ മീൻ ടു സേ, ഒരു നല്ല വീട്ടിലെ പെണ്ണ് തനിക്ക് ആരുമല്ലാത്ത ഒരുത്തന്റെ കൂടെ ഇത്രയും രാത്രി പുറത്തു പോകുന്നത് നല്ലൊരു കാര്യമല്ലല്ലോ. നീ ഈ കാര്യത്തെ മാക്സിമം പ്രയോജനപ്പെടുത്തണം. ഐ മീൻ ടു സേ, ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. നീ ഇങ്ങോട്ട് വാ, എന്നിട്ടൊരു ബഹളം ക്രിയേറ്റ് ചെയ്യ്. ആ പ്രീതയെ കുറ്റക്കാരിയാക്ക. എന്തു പറയുന്നു? ഞാൻ എന്തു പറയണം? നീ ഇതെന്താ പറയുന്നത്? ബേബി, ഫാന്റാസ്റ്റിക് ഐഡിയ. നീ ചിലപ്പോഴൊക്കെ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എന്തൊരു ഐഡിയ ആണ് നീ തന്നെ. യു നോ വാട്ട്, ഐ ലവ് യു ബേബി. ലവ് യു ടു ബേബി. താങ്ക് യു ഫോർ ദിസ് ഫാന്റാസ്റ്റിക് ഐഡിയ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഞാനിപ്പോ ഫോൺ വയ്ക്കുക. ഐ വിൽ സീ യു സൂൺ. മിസ് മീ. ബൈ. ഒരു ഉണക്ക ക്രിക്കറ്റ് പ്ലെയറും പിന്നെ ഒരു പൊട്ടി പ്രീതയും. ഇന്നത്തെ രാത്രി നിങ്ങൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഇന്ന് ഈ പൃഥ്വി നിങ്ങളുടെ രണ്ടുപേരും ജീവിതത്തിൽ ഭയാനകവും അപകടകരവുമായ പുതിയൊരു ചാപ്റ്റർ എഴുതാൻ പോവുകയാണ്. ഈ ചാപ്റ്റർ ഒന്ന് മതിയാകും നിങ്ങൾ രണ്ടുപേരുടെ ജീവിതം എന്നേക്കുമായി മാറി മറിയാൻ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഉറക്കവും വരുന്നില്ല, നാശം. എന്ത് ചെയ്യാനാ? ഓ, ഇവളാണെങ്കിൽ ആന വന്ന് കുത്തിയപ്പോലും അറിയില്ല. എനിക്ക് മാത്രം എന്താ ഉറങ്ങാൻ പറ്റാത്തെ? എനിക്ക് എന്റെ തലേനല്ലാതെ പറ്റില്ല. ഈ പുല്ലൊക്കെ പില്ലോയൊക്കെ ഉറങ്ങാന്ന് വിചാരിച്ചേ, പക്ഷെ ഇതൊക്കെ തലയിൽ കുത്തി കേറാണ്. കാതും പോയി. ഇനി എന്താ ചെയ്യാ? ഇത്രയും രാത്രിയായില്ലേ, ഇനി ഉറങ്ങാതെ പറ്റില്ല. നിന്നെ മാത്രമായി കാത്തു നിൽപ്പു ഞാൻ. ഹൃദയമുണരുമീ താഴ്വരയിൽ വസന്തഗീതമായി തുളുമ്പി വീഴുമീ പ്രണയ വെണ്ണില മലമഴയിൽ. താങ്ക് യു ഫോർ ദ പില്ലോ. എന്താ
എനിക്ക് തലണയില്ലാതെ ഉറങ്ങാൻ പറ്റുന്നില്ല. ആ പിന്നെ വീട്ടിലാണെങ്കിലും തലണ കൂടാതെ ഞാൻ ഏട്ടന്റെ കയ്യിലാണ് കിടന്ന് ഉറങ്ങുന്നത്. നോക്ക്, ഞാൻ നിനക്ക് വേണ്ടി എന്തോരം അഡ്ജസ്റ്റ് ചെയ്യുന്നു, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഐ മീൻ ഈ ഒരു രാത്രിയുടെ കാര്യമല്ലേ, കിടന്ന് ഉറങ്ങാം. വരൂ നീ അഴകേ അരികിൽ സോറി നീ പറഞ്ഞല്ലേ പറ്റൂ. അങ്ങനെയല്ലേ നിന്റെ പ്രവൃത്തികള്. എക്സ്ക്യൂസ് മീ, എന്നുവച്ചാ എന്ത് പ്രവൃത്തിയാടി? നിനക്കറിയോ നീ ആരോടെ സംസാരിക്കുന്നെന്ന്? ദി ക്രിക്കറ്റർ കിരൺ നമ്പ്യാരോട്. എന്തിനൊരു സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ട്. ഞാൻ വേണ്ടാത്ത ഒരു പ്രവൃത്തി ചെയ്യാറില്ല. ഓക്കെ? ആ അത് ശരി. ഐ മീൻ ഞാൻ നിന്റെ കൈ പില്ലോ ആക്കാനാ നോക്കിയത്. നീ ബിഹേവ് ചെയ്യുന്ന കണ്ടെത്തോന്നും ഞാൻ നിന്റെ കൈ കല്യാണം കഴിക്കാൻ ചോദിച്ചാണെന്നും. നിനക്കത് കിട്ടില്ല. പില്ലോയ്ക്കാണേലും കല്യാണത്തിനാണേലും. പിന്നെ നീ മറന്ന പെണ്ണെ ആരോടെ സംസാരിക്കുന്നെന്ന്? ഇത് കിരൺ നമ്പ്യാരാണ്. കിരൺ നമ്പ്യാർ ലൈഫിൽ അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അവനോട് ആർക്കും നോ പറയാൻ കഴിയില്ല. പിന്നെ അതേപറ്റി ഞാൻ ആലോചിക്കാറുമില്ല. ഒരിക്കലും ആലോചിക്കുകയും ചെയ്യരുത്. നീ എപ്പോഴെങ്കിലും ചോദിച്ചാലും നിനക്കത് കിട്ടില്ല. ഞാൻ തമാശക്കാണെങ്കിൽ പോലും നിന്റെ കൈ ചോദിച്ചു കഴിഞ്ഞാൽ നീ തന്നാലുണ്ടല്ലോ അത് വെറുതെ ആയിപ്പോവും. വെറുതെ എന്റെ ജീവനം തന്നെ ഒരു തമാശയായി പോടി. നിന്റെ ഈ പടപടയെന്നുള്ള സംസാരം പോലും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. തല പൊട്ടി തെറിച്ചു പോ എന്റെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല. ഓക്കെ? ചെല്ല്. ഈ കൈ ചോദിക്കുന്നതൊക്കെ ഒരു മറയല്ലേ? ആക്ച്വൽ കാര്യം എന്താണെന്നോ കിരൺ നമ്പ്യാർ, നീ ഒരു പേടിത്തൊണ്ടനാണ്. നിനക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് നല്ല ധൈര്യമുണ്ട്. എനിക്കൊട്ടും പേടിയും തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്കൊന്ന് ഉറങ്ങണം. സോ നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഒരു മിനിറ്റ്, എനിക്ക് പേടിയില്ല, ഒരു കുന്തവും ഇല്ല. ഐ ആം ദ ക്രിക്കറ്റർ കിരൺ നമ്പ്യാർ. ഓക്കെ? എനിക്ക് തലേണ കൂടാതെ ഉറങ്ങാൻ കഴിയില്ലാടി. ചിലപ്പോൾ റോഹിതന്റെ കയ്യിലാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നത്. തല വെക്കാൻ ഒന്ന് കൈ ചോദിച്ചൊന്നും പറഞ്ഞും ഇവരുടെ ഒരു ജാട കണ്ടില്ലേ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഓക്കെ? ഈ കിരൺ നമ്പ്യാർ ഒരിക്കലും ഒന്നിനെയും പേടിക്കാറില്ല മോളെ. ആണുങ്ങൾ ആരെയും പേടിക്കാറില്ലടി. ധൈര്യമുള്ള ആൾക്കാരാ ഞങ്ങള്. നിന്നെ പോലെ പേടിത്തൊണ്ടന്മാരല്ല. നോൺസെൻസ് ഒന്ന് നിർത്താമോ? വലിയ ധൈര്യശാലിയാണെന്ന വിചാരം. ആൺകുട്ടികൾ പേടിക്കില്ലത്രേ. കിരൺ നമ്പ്യാർ, നീ വലിയ വലിയ കാര്യങ്ങളല്ലേ സംസാരിക്കുന്നേ. ഇവന്റെ ഈ തെറ്റിദ്ധാരണ മാറ്റിക്കൊടുത്തേ പറ്റൂ. എന്തെങ്കിലും ചെയ്തിട്ട് ഈ പ്രഭാഷണ ഗുരുവിനെ എന്റെ മുന്നിൽ നിന്ന് പേടിച്ചു വിറയ്ക്കുന്ന വിധം ആക്കണം. അതും ഇന്ന് തന്നെ. ഇത് തന്നെയാണ് അവസരം. പ്രീത, എന്തെങ്കിലും ചെയ്യ്. പ്രീത, നോക്ക്, ജനലും വാതിലൊക്കെ താനെ തന്നെ അടയാ. കിരൺ, കഥകും ജനലൊക്കെ കിടന്നടിക്കും. പുറത്ത് എന്ത് കാറ്റാന്ന് നിന്റെ വിചാരം? കാലാവസ്ഥ നല്ലതായിരുന്നേ നമ്മൾ എപ്പോഴും ഇവിടുന്ന് പോയാനെ. പ്രീത, ജനലൊക്കെ കിണുകിണാന്ന് കിടന്ന് അടിക്കുക. എന്താ നീ പറയുന്നേ? ചിലപ്പോ ജനല് കിടന്ന് അടിക്കും, ചിലപ്പോ കറണ്ട് വന്നും പോയിരിക്കും. പുറത്ത് നല്ല കാറ്റും മഴയാന്ന് നീയല്ലേ എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞേ. അങ്ങനെയുള്ളപ്പോ ഇങ്ങനെയല്ലേ സംഭവിക്കാറ്? നോക്ക് കിരൺ, നിനക്ക് ഉറക്കം വരുന്നുണ്ടാവില്ല, പക്ഷെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പ്ലീസ് നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്.
പ്രീത, പ്രീത, നീ ആ ശബ്ദം കേട്ടായിരുന്നോ? എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്ത് ശബ്ദം? ഒരു പേടിപ്പിക്കുന്ന ശബ്ദം എവിടെ നിന്ന് കേട്ടു? ഞാൻ ഒരു ശബ്ദവും കേട്ടില്ല. നീ എന്നെ വീണ്ടും പേടിപ്പിക്കാൻ നോക്കുവാണോ? എങ്കിൽ നീ കേട്ടോ, ഞാൻ പേടിക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഉറങ്ങാൻ പോവാ. അതിനർത്ഥം ഇവൾക്കത് കേൾക്കാൻ പറ്റുന്നില്ലെന്നാണോ? ഓ ഗോഡ്, പക്ഷെ എനിക്കെങ്ങനെ കേൾക്കാൻ പറ്റുന്നേ? നീ പറഞ്ഞില്ലായിരുന്നോ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ ആൺകുട്ടികളുടെ ആവശ്യം ഉണ്ടാകുമെന്ന്? ഭൂതപ്രേതങ്ങളെക്കാൾ വലിയ പ്രശ്നം എന്താ ഉള്ളത്? നോക്ക്, ഞാൻ കേട്ടിട്ടുണ്ട് അത് ഈ പ്രേതാത്മാക്കളുണ്ടല്ലോ രാത്രി കാലങ്ങളിൽ ഡാൻസ് ചെയ്യുമെന്ന്. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പേടിയുണ്ട്. പക്ഷെ നീ വളരെ സ്ട്രോങ് അല്ലേ? അപ്പൊ നീ വേണോ എന്നെ നോക്കാൻ? നീ നിന്റെ ശ്രദ്ധ ആ ഏരിയയിലേക്ക് തന്നെ വെക്കണം കേട്ടോ. ആ ഭാഗത്ത് നിന്ന് ഭൂതം വരാനുള്ള ചാൻസ് ഉണ്ടോ? പ്രീത, നീ കണ്ടോടി ആ ജനലൊക്കെ വീണ്ടും തനിയാടയാ? പ്രീത, നീ ഒന്ന് നോക്ക്. എടി, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ നീ? ഒരു കാര്യം ചെയ്യാൻ, ഞാൻ പോയാ ജനൽ അടച്ചിട്ട് വരാം. എന്റെ കൃഷ്ണ, എടി പ്രീതേ, നീ നന്നായിട്ട് ആക്ട് ചെയ്യുന്ന. കൊള്ളാം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. എന്നെയാണോ പേടിപ്പിക്കാൻ നോക്കുന്നേ? ബട്ട് ദ കിരൺ നമ്പ്യാർ ആരെയും പേടിക്കാറില്ല എന്റെ പൊന്നു മോളെ. ഞാനത് പ്രൂവ് ചെയ്ത കാര്യമാ, പുരുഷന്മാരെ സ്ത്രീകളും ധൈര്യമുള്ളവരാണെന്ന്. അപ്പൊ അവളുടെ പേര് പ്രീത എന്നാണോ? നോക്ക്, എനിക്കിതൊന്നും തീരെ ഇഷ്ടമാവുന്നില്ല. നീ വെറുതെ ഇങ്ങനെ ഓർന്ന് കാണിക്കല്ലേ പാവയ്ക്ക്. നീ എന്തായി കാണിക്കുന്ന നിനക്കറിയോ ചെക്ക?
പിന്നെ ഞാൻ നാടകമൊന്നല്ല കാണിക്കുന്നത്. ഞാൻ പ്രേതാത്മാവാണ്. കേച്ചപ്പാണോടെ ഈ തേച്ചേക്കുന്ന